ഹലോ, എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ചിങ്ങം 1 ആശംസകൾ. എന്താ ഇന്ന് നിങ്ങളോട് പറയേണ്ടത്? എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ മലയാള വർഷം ഞാൻ ആശംസിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് ഒത്തിരി സംസാരിക്കണം എന്നുണ്ട്. ഞാൻ കുറച്ച് എന്താ പറയുക, എനിക്കിന്ന് വൈകുന്നേരം 5 മണിക്ക് ശേഷം കുറച്ച് പരിപാടികളുണ്ട്. എങ്കിലും ചിങ്ങം 1 നമുക്കെപ്പോഴും ഒരു സന്തോഷവും പ്രതീക്ഷകളും തരുന്ന സമയമാണല്ലോ. അപ്പം ഞാനൊരു സ്ക്രിപ്റ്റൊന്നും എഴുതാതെ കേട്ടോ പൊതുവേ ഞാൻ സംസാരിക്കാറ്. ഇപ്പോൾ ഒരു സെറ്റ് മുണ്ടൊക്കെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഭാഷയെ പറഞ്ഞാൽ വാരി പുതച്ച് കൊടുത്തിരിക്കുകയാണ്. ആക്ച്വലി എങ്കിലും സെറ്റ് സാരി കൊടുത്തിട്ട് എനിക്ക് സന്തോഷമായിട്ടോ. സെറ്റ് സാരി എന്ന് വെച്ചാൽ ഇത് സെറ്റ് മുണ്ടുമാണ്. പിന്നെ ഞാനൊരു ക്രോപ്പ് ടോപ്പാണ് ഇപ്പം ബ്ലൗസിന് പകരം ഇട്ടിരിക്കുന്നത്. എന്താ പറയുക, വെറുതെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി സെറ്റ് മുണ്ട് കൊടുത്തതാണ്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, എപ്പോഴും ചിരിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാ ദിവസവും ബ്യൂട്ടിഫുൾ ആക്കണം. നമുക്കൊരു കയ്യിലൊരു പൂവ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വളരെ സന്തോഷം തന്നു അല്ലേ. അപ്പോൾ ചിങ്ങം വന്നു കഴിയുമ്പോൾ നമുക്ക് ഉടനെ തന്നെ ഓണത്തിനെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും, ഓണപ്പൂക്കളത്തിനെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും. എനിക്കിന്ന് കുറേ പാട്ടുകൾ എൻ്റെ മനസ്സിലോട്ട് വന്നു. പുഴയുടെ തീരത്തൊരുത്രാട് രാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു, ആ ഒരു പാട്ട്. പിന്നെ പറയൂ നിൻ ഗാനത്തിൻ കേൾക്കാത്ത രാഗത്തിൻ. അപ്പം അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ആക്ച്വലി കുറച്ച് മലയാളം പാട്ടുകളൊക്കെ മനസ്സിലോട്ട് തിരയടിക്കുകയാണ്. ഞാൻ ബോംബെയിലാണ് താമസിച്ചാലും നമ്മുടെ മനസ്സ് കേരളത്തിലെപ്പോഴും ഉണ്ട്. എനിക്ക് കേരളമാണോ ബോംബെ ആണോ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സ്ഥലം ഭയങ്കര ഇഷ്ടമാട്ടോ. കേരളത്തിൻ്റേതായ ഒരു പ്രത്യേകത, നമ്മുടെ എല്ലാ ആളുകളും കേരളത്തിലാണ്. നമ്മുടെ മനസ്സ് എപ്പോഴും കേരളം പോലെ തന്നെയല്ലേ. ഇപ്പം കേരളത്തിലുള്ള ആളുകളുടെ ആ ഒരു സംസ്കാരമാണ് നമ്മൾ എവിടെ പോയാലും നമുക്ക് ഉണ്ടാവും. പിന്നെ എന്താ പറയുക, ബോംബെയിൽ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മൾട്ടി കൾച്ചർ, ആ ഒരു മൾട്ടി കൾച്ചറായിട്ട് നമ്മളങ്ങ് ബ്ലെൻഡ് ആവും. നമ്മളെ എല്ലാ ഉത്സവങ്ങളിലും നമ്മളെ അവർ കൂട്ടും, നമ്മളെ അവരിൽ ഒരാളാക്കും. നമുക്കൊരു ബോംബെയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഫ്ലോറിൽ തന്നെ നമുക്കൊരു ഇന്ത്യ കാണാൻ പറ്റും. അപ്പുറത്തെ വീട്ടിൽ ഗുജറാത്തി ആവാം, ഒരാൾ പഞ്ചാബി ആവാം, ഒരാൾ മഹാരാഷ്ട്രീയനാവും, അങ്ങനെ. അപ്പം നമ്മളത് ഒരു ബോംബെയിലുള്ളത് ഒരു മിക്സഡ് കൾച്ചറും. അതുപോലെ ബോംബെയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വടാപ്പാവ് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാം. മറ്റൊരാൾ എന്ത് ചെയ്യുന്നു എന്ന് ആരും കൈകടത്തില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാ നാടിനും അതിൻ്റേതായ ഒത്തിരി നന്മകളും എന്താ പറയുക സൗന്ദര്യമുണ്ട്. കീരനിരകളാടും തനനനനനനനന. ഞാൻ പാടിയിട്ട് അത്ര ശരിയായില്ല. അപ്പോൾ എല്ലാവർക്കും ഓണം ആശംസകൾ അഡ്വാൻസ്. അതുപോലെ തന്നെ ചിങ്ങം 1 ഇന്നത്തെ ഈ പുലരിയോടുകൂടി എല്ലാവർക്കും എന്നും സന്തോഷവും സമാധാനവും. നമ്മുടെ പത്രങ്ങളിലൊക്കെ എന്നും സന്തോഷമുള്ള വാർത്തകൾ മാത്രം വരട്ടെ. നമ്മുടെ നാട്ടിലെ എല്ലാ പെൺകുട്ടികളും, അമ്മമാരും, അതുപോലെ കുടുംബത്തിലുള്ള എല്ലാവരും, അത് ഓരോ കുടുംബത്തിൻ്റെ കുടുംബനാഥനായാലും എല്ലാവർക്കും വളരെ സമാധാനം, നല്ല ആരോഗ്യം, സന്തോഷം, എന്താ പറയുക, എന്തും നല്ലത് ചെയ്യാനുള്ള ഒരു മനസ്സെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. പുഴയുടെ തീരത്ത് എന്നുള്ള പാട്ട് എനിക്ക് ഓർമ്മ വരാൻ പ്രത്യേകമായിട്ടൊരു കാരണമുണ്ട്. ഞാൻ ഈ വീക്കെൻഡിൽ ഒന്ന് പുറത്തു പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തു പോയ ആ വഴിയിൽ ഒരു പുഴയുടെ അടുത്ത് വെച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കർജത്ത് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.
എൻ്റെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അതെൻ്റെ ഒരു ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. ഞാനൊരു വീട്ടമ്മയാണ്. ഞാൻ ടീച്ചറായിരുന്നു, നഴ്സറി ടീച്ചറായിരുന്നു, അതുപോലെ മലയാളം ടീച്ചറും കൂടെ ആയിരുന്നു, മലയാളം മിഷൻ ടീച്ചറാണ്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു എന്നെക്കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ. പിന്നെ ഞാൻ എൻ്റെ കല്യാണത്തിന് മുൻപ് ഞാൻ വർക്ക് ചെയ്തിരുന്നു. പിന്നെ അതിന് ശേഷം വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. പിന്നെ എൻ്റെ ഇഷ്ടങ്ങളനുസരിച്ചിട്ടുള്ള ജോലിക്ക് പോകാനുള്ള ചില പരിമിതികൾ, എനിക്കെപ്പോഴും കുടുംബം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അതിലെ ഒരു പ്രയോറിറ്റി കൊടുത്തു വന്നപ്പോൾ പല ഇഷ്ടമുള്ള ജോലികൾക്കും എനിക്ക് ഉടനെ പോകാൻ സാധിച്ചില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് യൂട്യൂബിൽ എനിക്ക് നല്ല വീഡിയോ ചെയ്യണം, അത് ആളുകൾക്ക് പ്രയോജനമുള്ളതും കൂടെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ പാട്ട് പാടിയൊക്കെ ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ എന്താ പറയുക, എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ തരുന്ന സ്നേഹത്തിൻ്റെ മുന്നിലാണ് നമ്മളെല്ലാവരും തോറ്റു പോകുന്നത് അല്ലേ. അപ്പം ആ സ്നേഹമാണ് എനിക്ക് ജീവിക്കാനായിട്ട്, ഒരു ദിവസം കൂടി നമുക്ക് ജീവിക്കാനായിട്ടുള്ള ഉന്മേഷവും ഊർജവും തരുന്നത്. നമുക്ക് ഒരു പക്ഷേ 3 നേരം ഫുഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ജീവിക്കും. പക്ഷേ സ്നേഹമുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നമ്മളെങ്ങനെയും സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സ്നേഹവും നന്മകളും എന്താ പറയുക ആവോളം ലഭിക്കട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ തൽക്കാലം നിർത്തുന്നു. എൻ്റെ ഒരു ട്രാവൽ വ്ളോഗ് വരുന്നുണ്ട് കർച്ചത്തിൽ പോയതിൻ്റെ. തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരും ഈ ലോകം മൊത്തമുള്ളവരെന്നും സന്തോഷമായിട്ട് നന്മയിലൂടെ കിട്ടുന്ന സന്തോഷത്തോടുകൂടി ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു. ഒരു സ്ക്രിപ്റ്റും ഇല്ലാതെ സംസാരിച്ചുകൊണ്ട് ഇടയ്ക്ക് തപ്പിത്തടവല്ലൊക്കെ ഉണ്ടായിരുന്നു, അതിന് എന്നോട് ക്ഷമിക്കണം. താങ്ക് യു. ഹാപ്പി ചിങ്ങം വന്ന് ഇത് പൊട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ? താങ്ക് യു.